ഷാർജയിൽ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ വീട്ടിലേക്കാണ് വിസ്മയുടെ പിതാവ് കൂടി എത്തിയിരിക്കുന്നത്. വിസ്മയുടെ പിതാവിനെ അങ്ങനെ മറക്കാൻ ഇടയില്ല മലയാളികളാരും. കാരണം ഇതേ സമാനമായ മറ്റൊരു കേസായിരുന്നു വിസ്മയുടേതും. ഇവിടേക്ക് എത്തിയപ്പോൾ ഒരു സമാനമായ ഒരു വേദന അനുഭവിക്കുന്ന അച്ഛനാണ്. തീർച്ചയായിട്ടും നമസ്കാരം. ഈ അതുല്യ എന്ന് പറഞ്ഞ കുട്ടിയും വിസ്മയ എന്ന് പറഞ്ഞ കുട്ടിയും രണ്ടും ഒരേപോലെ അനുഭവിച്ചതായിട്ടാണ് ഞാനിപ്പം ഒരു 3 മണിക്കൂർ കൊണ്ട് ഞാൻ അറിയുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും ശരി, നമ്മളെ ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനം നമ്മളെ ഈ പിതാവ് എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടുന്ന ഒരു നിയമം ഇല്ല എന്ന് തന്നെ തീർത്ത് പറയുന്നത്. കാരണം ഞാൻ നിയമത്തെ അതിഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് വിപരീതമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ എൻ്റെ മകൾ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിൽ നിന്ന് അത് ഇത്രയും ഇതായിട്ട് ഒരു മണിക്കൂർ അല്ല, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 4.5 മണിക്കൂർ കൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടറും അതേപോലെ നമ്മളെ കേരള സർക്കാരും അതേപോലെ മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏതാണ്ട് ഒരു 3-3.5 മാസം അനുഭവിച്ച ഒരു പ്രയത്നം എന്ന് വെച്ചാൽ ഒരു കഠിനമായ ഒരു വെറുതെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം. പക്ഷെ അതിനുശേഷം അത് വന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം. ഇപ്പം 2 അടുത്തടുത്ത് 2 കേസ് ഇപ്പം വന്നേക്കുന്നു. വിവഞ്ചിയുടെ കേസായാലും അതുല്യയുടെ കേസായാലും സമാനപരമായ രീതിയിൽ ഭർത്തൃപീഡനം അനുഭവിച്ചതാണ്. അത് ഈ 2 കേസും വന്നത് എന്റെ ഈ ഒരു കേസിന് അവർ ഇപ്പം സുപ്രീം കോടതിയിൽ നിന്ന് അവന് ജാമ്യവും ഈ കേസ് ഇപ്പൊ അവന് വിധി സ്റ്റേ ചെയ്തും കൊണ്ടുള്ള ഒരു നിലപാട് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ 2 കേസും ഇപ്പം വന്നത്. അപ്പൊ ഈ 2 കേസിനെ ഞാൻ സമാന്തരമായിട്ട് കാണുമ്പോഴത്തേക്ക് എന്റെ മോള് ഇപ്പൊ ആ വോയിസ് ക്ലിപ്പെല്ലാം നിങ്ങൾ ഈ ജനങ്ങള് ഇപ്പൊ ഇവര് മീഡിയ സുഹൃത്തുക്കൾ കാണിക്കുന്നതൊന്നും നിങ്ങൾ വയ്ക്കേണ്ട. ആ വോയിസ് ഒന്ന് കേൾക്കണം. ആ കുട്ടി പറഞ്ഞ വാക്കുകളും മറ്റേ കുട്ടി പറഞ്ഞ വാക്കുകളും നിങ്ങളൊന്ന് കേൾക്കണം. തീർച്ചയായിട്ടും ഒരു പിതാവിനെ നഷ്ടപ്പെട്ട ഒരു പിതാവിനെ അതിനെപ്പറ്റി അറിയുള്ളൂ. അത് ഇന്ന് എനിക്കുണ്ടെങ്കിൽ നാളെ ഇന്നിപ്പം ഇപ്പം രാജു എന്ന് പറഞ്ഞ പുള്ളിക്ക് അതുപോലെ ഇനിയും ഉണ്ടാവല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നിൽക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഇതാണ്. അപ്പൊ അതിന് എന്താ പിതാവും ഇതേ വേദനയിലാണ് ഇപ്പൊ എന്റെ കൂടെ സംസാരിച്ച ഇപ്പൊ ഈ നിമിഷം ഒരു മിനിറ്റ് കൊണ്ട് എന്റെ കൂടെ സംസാരിച്ചെന്നാണ് പുള്ളിക്കാരൻ. ഞാൻ കരഞ്ഞതിന്റെ കണക്ക് എന്റെ മുമ്പിൽ നിന്ന് എന്റെ റൂമിനകത്തിരുന്ന് കരഞ്ഞിട്ടാണ് ഇനി വെളിയിലോട്ട് പറഞ്ഞ് ഞാൻ വെളിയിലോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിലോട്ട് വന്നിരുന്നത്. അപ്പൊ ആ ഒരു സ്ഥിതിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പിൻബലം കൊടുക്കാനാണോ അങ്ങോട്ട് വന്നത്? തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതേപോലെ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. ഞാൻ നിലമേന്നാണ് ഞാൻ ഈ സ്ഥലത്ത് എത്തുന്നത്. ഞാൻ അറിഞ്ഞത് 2 മണിക്കാണ് ഞാൻ ഈ അറിഞ്ഞ് ഞാൻ അപ്പോഴത്തന്നെ ഞാനിപ്പോൾ ഇവിടെ എത്തി. ഏതായിരുന്നാലും ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ എന്ന് പറയാനാ. ാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹവും ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതുല്യയുടെ പിതാവിന് ഒരു പിൻബലം നൽകുക, മാനസികമായ ഒരു പിന്തുണ നൽകുക, അതിനായിട്ടാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് വിസ്മയുടെ പിതാവ് ഇപ്പോൾ വ്യക്തമാക്കിയത്.